അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണണം. വളരെയധികം രസകരമായിട്ടുള്ള ചില രംഗങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതായത് മലപ്പുറം ടൗൺ ഹാളിൽ വെച്ച് വിസ്ഡം മുജാഹിദ് വിഭാഗം നേതാവ് ഫൈസൽ മൗലവി ഒരു മുഖാമുഖം നടത്തിയിരുന്നു. ആ ഫൈസൽ മൗലവി ഒരു ചെറിയ ബിടെക് വിദ്യാർത്ഥിയുടെ മുമ്പിൽ കിടന്ന് ഉരുളുന്ന കാഴ്ചയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. സംഭവിച്ചതിൻ്റെ വസ്തുത മുൻകൂറായി പറഞ്ഞ് നിങ്ങളുടെ സസ്പെൻസ് ഞാൻ കളയുന്നില്ല, നേരെ വിഷയത്തിലേക്ക് കടക്കാം. മലപ്പുറത്ത് ടൗൺ ഹാളിൽ വെച്ച് നടന്ന വിസ്ഡം വിഭാഗത്തിൻ്റെ മുഖാമുഖത്തിൽ ഫൈസൽ മൗലവിയോട് മഅ്ദിൻ വിദ്യാർത്ഥിയായ സൗബാൻ തങ്ങൾ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ ഫൈസൽ മൗലവി കിടന്ന് ഉരുളുന്ന കാഴ്ച നമുക്കൊന്ന് കാണാം. എൻ്റെ പേര് സൗബാൻ. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, നബിദിന ആഘോഷം ബിദ്അത്താണെന്ന് തെളിയിക്കാൻ വേണ്ടി ഫൈസൽ മൗലവി പല വേദികളായി ഉദ്ധരിക്കുന്ന ഈ ഉദ്ധരണിയുണ്ട്. ഈ കഴിഞ്ഞ ചെറുവാടി മുഖാമുഖത്തിൽ പോലും അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം മാലിക് റഹിമഹുല്ലാ പറയുന്നു എന്ന് പറയപ്പെടുന്ന ഈ ഉദ്ധരണിയാണ് അദ്ദേഹം ഇവിടെ ഉദ്ധരിക്കുന്നത്. മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അത്തൻ യറാഹ ഹസന ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. ഏതെങ്കിലും ഒരാൾ ഇസ്ലാമിൽ ബിദ്അത്തായ ഒരു പ്രവർത്തനം കൊണ്ടുവരികയും അത് ഹസനായി കാണുകയും ചെയ്താൽ ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിസാലയിൽ വഞ്ചന നടത്തി എന്ന് പറയുന്ന ഒരു ഉദ്ധരണിയാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. നമുക്കറിയാം മാലിക് റഹിമഹുല്ലാഹ്ക്ക് ഒരുപാട് കിതാബുണ്ട്, മുഅത്ത, മുദവ്വൻ, അങ്ങനെ ഒരുപാട് കിതാബ്. എൻ്റെ ആദ്യത്തെ ചോദ്യം, മാലിക് റഹിമഹുല്ലാഹ് ഈ ഉദ്ധരണി ഏത് കിതാബിലാണ് പറഞ്ഞത്? അത് നോക്കിയിട്ട് പറയാം ഏത് കിതാബിലാണ് പറഞ്ഞത്. അടുത്ത ചോദ്യം ചോദിക്കുക, നോക്കട്ടെ, നോക്കിയിട്ട് പറയാം. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളതാണ് എന്ത്, അറിയാത്തത് അറിയില്ല, നോക്കി പറയാന്നുള്ളത് നോക്കി പറയുന്ന പറഞ്ഞു. ആ ചോദ്യത്തിന് മറുപടി വന്നിട്ട് അടുത്ത ചോദ്യം ചോദിക്കാം. അടുത്ത കൊടുക്കും, നമ്മൾ മൂപ്പർക്കുള്ള അടുത്ത ചോദ്യത്തിനുള്ള അവസരം കൊടുക്കും. കണ്ടല്ലോ, അയാൾ നബിദിനം ബിദ്അത്താണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്, നബിദിനം ബിദ്അത്താണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മാലിക് ഇമാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ശ്രമിച്ചത്. അതായത് ബിദ്അത്തുൻ ഹസനത്തുൻ, പുതിയ നല്ല ആചാരങ്ങൾ കൊണ്ടുവരുന്നത് അത് റസൂലുള്ളാഹിനോട് ചെയ്യുന്ന വഞ്ചനയാണെന്ന് മാലിക് ഇമാം പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇയാൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഈ ഇബാറത്ത് ഫൈസൽ മൗലവി മിക്ക പരിപാടികളിലും അവതരിപ്പിക്കാറുണ്ട്. അങ്ങനെ മാലിക് ഇമാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് മിക്ക പരിപാടികളിലും അവതരിപ്പിക്കാറുണ്ട്. അത് ഈ സൗബാൻ തങ്ങൾ ചോദിക്കുന്നുണ്ട്, അതിന് ഇവരാരും നിഷേധിക്കുന്നില്ല. നിഷേധിക്കാത്തത് മിക്ക പരിപാടികളും അവതരിപ്പിക്കാറുണ്ടെന്ന് സമ്മതിക്കുകയാണല്ലോ. അപ്പം അങ്ങനെ എല്ലാ വേദികളിലും അവതരിപ്പിക്കുന്ന ഈ ഇബാറത്ത് ഏത് കിതാബിലാണ് ഉള്ളത്, മാലിക് ഇമാം തൻ്റെ ഏത് കിതാബിലാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് സൗബാൻ തങ്ങൾ ചോദിച്ചപ്പോൾ അപ്പോഴാണ് ഫൈസൽ മൗലവി പെട്ടത്. കാരണം ഇങ്ങനെ ഒറ്റടിക്ക് ഏത് കിതാബിലാണെന്ന് ചോദിക്കുമെന്ന് അയാൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫൈസൽ മൗലവി ഇപ്പോൾ പറയാണ്, അത് ഏത് കിതാബിലാണെന്ന് എനിക്കറിയില്ല, നിങ്ങൾ നോക്കിയിട്ട് പറയാമെന്നുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സ്ഥിരമായി എല്ലാ വേദികളിലും പറയുന്ന ഒരു ഇബാറത്ത് ഏത് കിതാബിലാണ്, ആരാണ് ഉദ്ധരിച്ചതെന്ന് ഇയാൾക്ക് അറിയില്ല എന്ന്. അവിടെ തന്നെ ഇയാളെ തട്ടിപ്പ് വ്യക്തമായി കാണുന്നുണ്ടല്ലോ. ഒരു സാധാരണക്കാരനാണെങ്കിൽ പോലും സ്ഥിരമായി പറയുന്ന ഒരു ഇബാറത്തോ ഹദീസോ ഒക്കെ ആണെങ്കിൽ അത് ഏത് കിതാബിലാണെന്ന് കൃത്യമായി പറയും. എന്നിട്ടാണ് ഒരു പണ്ഡിതനാണെന്ന് സ്വയം പറയുന്ന ഇയാൾ സ്ഥിരമായി ഉദ്ധരിക്കുന്ന ഇബാറത്ത് ഏത് കിതാബിലാണെന്ന് അറിയാത്തത്. പണ്ഡിതന്മാരൊക്കെ വയലിന് പോകുമ്പോൾ, മുഖാമുഖത്തിന് പോകുമ്പോൾ തങ്ങൾ ഉദ്ധരിക്കുന്ന ഇബാറത്തുകൾ ഏത് കിതാബിലാണെന്ന് നോക്കിയിട്ടല്ലേ പോവാം. സുന്നി പണ്ഡിതന്മാരൊക്കെ അങ്ങനെയാണ് ചെയ്യുക. പക്ഷേ ഇവർ വെറും തൊള്ള മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമല്ലേ. അങ്ങനെ ഒരു വിഭാഗത്തിൻ്റെ മേൽ ബിദ്അത്ത് ആരോപിക്കാനോ ഷിർക്ക് ആരോപിക്കാനോ ഒക്കെ ഒരു വ്യക്തതയും ഇല്ലാത്ത, ഏത് കിതാബിലാണെന്ന് അറിയുക പോലും ചെയ്യാത്ത ഒരു ഇബാറത്ത് അങ്ങനെ ഉദ്ധരിക്കാൻ പാടുണ്ടോ? ഒരു തെളിവും സനതും ഇല്ലാത്ത, ഉറപ്പില്ലാത്ത ഒരു ഇബാറത്ത്, അതും ഒരു മഹാന്റെ പേരിൽ അങ്ങനെ ഉദ്ധരിക്കാൻ പാടുണ്ടോ? എത്ര വലിയ കൊടും പാതകമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു സനതും നോക്കാതെ, ഒരു തെളിവും നോക്കാതെ ഒരു ഇബാറത്ത് കിട്ടിയോ, അതിന്റെ കൃത്യത, ആധികാരികതയൊന്നും നോക്കാതെ വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കല്ലേ ഇവരൊക്കെ ചെയ്യണത്. ഇതല്ല ഇവരെ സ്ഥിരം പരിപാടി. ഇത് പിടികൂടിയപ്പോഴാണ് നമുക്കിത് ബോധ്യപ്പെട്ടതെന്ന് മാത്രം. അതല്ലെങ്കിൽ കുറച്ചൊക്കെ ഒരു വിവരമുള്ള, ബുദ്ധിയുള്ള ആരെങ്കിലും പറയോ ഏത് കിതാബിലാണ് ഈ ഇബാറത്തുള്ളതെന്ന് ചോദിക്കുമ്പോൾ അത് അറിയില്ല, അത് നോക്കട്ടെ. എന്തൊക്കെ നാടക രംഗങ്ങളാണ് അവിടെ സ്റ്റേജിൽ നടന്നതെന്ന് അറിയോ? ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. എല്ലാ മൗലവിമാരും പല കിതാബും മറിച്ചു നോക്കുന്നുണ്ട്, നെറ്റിൽ നോക്കുന്നുണ്ട്, ചാറ്റ് GPT നോക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വിളറി പഠിച്ച് ആ ഇബാറത്ത് തിരഞ്ഞു നോക്കുകയാണ്. എന്നിട്ടും കിട്ടിയില്ല. ഏതായാലും ഇബാറത്ത് പെട്ടെന്ന് കിട്ടാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അടുത്ത ആളോട് ചോദ്യം ചോദിക്കാൻ പറഞ്ഞു ആ മൗലവി. അവസാനം ഒരു തെളിവുമായിട്ട് ഫൈസൽ മൗലവി വരുന്നുണ്ട്.
അത് നമുക്ക് കാണാം. അതിനു മുമ്പ് മൗലവി ഇങ്ങനെ ഒരു ഇബാറത്ത് എല്ലാ വേദിയിലും വെച്ച് പറയാറുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ചെറുവാടിയിൽ 2 ആഴ്ച മുമ്പ് നടന്നൊരു പരിപാടിയിൽ വെച്ച് മൗലവി ആ ഇബാറത്ത് വായിച്ചതും അതിൻ്റെ വിശദീകരണം നൽകിയതും നമുക്കൊന്ന് കാണാം. ആരെവിടെ എഴുതിയാലും പറഞ്ഞാലും ഇസ്ലാമിൻ്റെ അസ്ൽ ഇതാണ്, അള്ളാഹും റസൂലും പഠിപ്പിച്ചതാണോ, നബിയും സ്വഹാബത്തും താബീങ്ങളും ഒക്കെ കണ്ടും കേട്ടും പഠിച്ചും മനസ്സിലാക്കി പോകുന്ന കാര്യമാണോ എങ്കിൽ അത് ദീനാണ്. അതിലില്ലേ അതിന് മുജാഹിദ് എഴുതിയാലും സുന്ന എഴുതിയാലും ആരെവിടെ പ്രസംഗിച്ചാലും അതൊന്നും ദീനായി സ്വീകരിക്കാൻ നമുക്ക് നിർവാഹവുമില്ല. ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞ വിശ്വപ്രസിദ്ധമായ വചനം, മനിബ്തഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹ ഹസനതൻ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന റിസാല. ദീനിൽ ഒരു പുതിയ ആചാരം ഒരാൾ കൊണ്ടുവരികയും നല്ലതാണ് എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്താൽ അവൻ്റെ വാദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ പ്രവാചക ദൗത്യത്തിൽ വഞ്ചന കാണിച്ചുവെന്നാണ്. കാരണം അല്ലാഹ് പറയാ ദീന് പൂർത്തിയാക്കി, ഇവൻ പറയുക പൂർത്തിയാക്കിയ ദീനിൽ ഇല്ലെങ്കിലും പിൽക്കാലത്ത് വന്നതാണെങ്കിലും നല്ല കാര്യമാണ്. അതിനർത്ഥം ഇത് നല്ലതായിട്ട് കൂടി നബിതങ്ങൾ നമ്മെ പഠിപ്പിച്ചില്ലെന്ന് മാത്രമല്ല പഠിപ്പിക്കാതെ എല്ലാം പഠിപ്പിച്ചുവെന്ന് പറഞ്ഞ് പറ്റിക്കുകയും ചെയ്തു എന്നാണ് അവൻ വാദിക്കുന്നത്. അതിനാൽ ഫമാലം യകുൻ യൗമഇദിൻ ദീന ഫലാ യകുനുൽ യൗമ ദീന, അന്ന് മതമല്ലാത്തത് ഇന്നും മതമാവുക ഇല്ല എന്ന ഇമാം മാലിക് റഹിമഹുല്ല, ഇമാം ദാരിൽ ഹിജ്റ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇമാം മാലിക് റഹിമഹുല്ല അദ്ദേഹം പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണ് ഇതിൻ്റെ അസ്ല്. അതിനപ്പുറത്ത് ആര് എഴുതിയാലും ആര് പറഞ്ഞാലും ആര് ആഘോഷിച്ചാലും ആര് കൊണ്ടുവന്നാലും അതൊന്നും ദീനുമായി ബന്ധമുള്ള കാര്യമല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം. അതായത് നല്ല പുതിയ ഒരു ആചാരം കൊണ്ടുവന്നാൽ അത് ദീനിൽ നല്ലതാണെങ്കിൽ റസൂലുള്ള തൻ്റെ പ്രവാചകത്വത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ്, അങ്ങനെ മാലിക് ഇമാം പറഞ്ഞു എന്നാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ 2 ആഴ്ച മുമ്പ് ഇയാൾ ചെറുവാടിയിൽ പ്രസംഗത്തിനിടയിൽ പറഞ്ഞ കാര്യമാണിത്. അപ്പോൾ ഇനി ഇയാളുടെ എല്ലാ പ്രസംഗത്തിലും ഇതുപോലെ ഇബാറത്തുകളും ഹദീസുകളും ആയത്തുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും. പക്ഷെ അതിനൊന്നും ആധികാരികതയോ അതിൻ്റെ കിതാബോ ഒന്നും ഇയാൾ കൃത്യമായിട്ട് പറയുന്നില്ല എന്ന് കാണുമ്പോൾ മുജാഹിദ് പ്രവർത്തകർ തീർച്ചയായിട്ടും ചോദിക്കണം, ഇത് ഏത് കിതാബിലാണ്, ആരാണ് പറഞ്ഞിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് ചോദിക്കണം. അത് ചോദിച്ചാൽ മാത്രം പോരാ, ആ കിതാബിൽ ആ ഇബാറത്ത് കാണിക്കാൻ വേണ്ടി പറയണം. അല്ലെങ്കിൽ ഇയാളെ ജനങ്ങളെ പറ്റിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അപ്പോൾ പാവപ്പെട്ട ഒരുപാട് മുജാഹിദ് പ്രവർത്തകരുണ്ട്, ഇയാൾ പറയുന്നതൊക്കെ സത്യമാണെന്ന് തെറ്റിദ്ധരിച്ച് വിശ്വസിച്ച് കൂടെ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ അത്തരക്കാരായ ആളുകൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പറ്റിക്കൽ ഈ ഫൈസൽ മൗലവി നടത്തുന്നുണ്ട് എന്നുള്ള ഒരു ബോധം നിങ്ങൾക്കുണ്ടാവണം. അതുകൊണ്ട് നിങ്ങൾ ഇയാളുടെ പ്രസംഗം കേൾക്കാൻ പോകുമ്പോൾ ഇയാൾ പറയുന്ന ഇബാറത്തുകൾ അത് കൃത്യമാണോ ആധികാരികമാണോ എന്നൊക്കെ തീർച്ചയായിട്ടും കണ്ടെത്തണം, അയാളോട് ചോദിക്കണം. അപ്പോഴാണ് നിങ്ങളുടെ മൗലവിയുടെ കള്ളങ്ങൾ ഇങ്ങനെ പുറത്തു വരുന്നുകൊണ്ടിരിക്കുക. അങ്ങനെ അവസാനം ഇയാളൊരു തെളിവായിട്ട് വരുന്നുണ്ടല്ലോ. തെളിവ് കൊണ്ടുവന്നപ്പോൾ അത് സത്യത്തിൽ മാലിക് ഇമാമിൻ്റെ കിതാബല്ല. മാലിക് ഇമാം പറഞ്ഞത് മാലിക് ഇമാമിൻ്റെ ഒരു ശിഷ്യൻ കേട്ടു, ആ ശിഷ്യൻ ഉദ്ധരിച്ച ഒരു സനദുമായിട്ടാണ് വരുന്നത്. പക്ഷെ ആ സനദിലും ഒരു തട്ടിപ്പുണ്ടെന്ന് മനസ്സിലാക്കി സൗബാൻ തങ്ങൾ വീണ്ടും അത് പിടികൂടുന്നുണ്ട്. അത് വീണ്ടും ഒന്നുകൂടെ ആവർത്തിച്ച് വായിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, ആ തട്ടിപ്പ് പിടികൂടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ സനദും പൊട്ടി പാളീസാകുന്ന ആ തെളിവും വെറും കളവാണെന്ന് മനസ്സിലാക്കുന്ന രസകരമായിട്ടുള്ള കാഴ്ചകളാണ് ഇനിയുള്ള വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന് കാണാം. ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞത് കേട്ട് അദ്ദേഹത്തെ ശിഷ്യൻ ഉദ്ധരിക്കുകയും ശിഷ്യനിൽ നിന്ന് ശിഷ്യൻ ഉദ്ധരിക്കുകയും ചെയ്തുകൊണ്ട് സനദോടുകൂടി ഉദ്ധരിക്കപ്പെട്ടു വന്ന വചനമായിട്ടാണ് നമുക്കത് കാണാൻ സാധിച്ചത്. ഇബ്നു ഹസം റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അൽ ഇഹ്കാം ഫി ഉസൂലുൽ അഹ്കാം എന്ന ഗ്രന്ഥത്തിൽ ആ സനദോടുകൂടി അദ്ദേഹം അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഖാല ഹദ്ദസന അഹ്മദ് ഇബ്നു ഉമർ ഇബ്നു അനസ് ഖാല അഖ്ബറന അൽ ഹുസൈൻ ഇബ്നു യഅഖൂബ് ഖാല അഖ്ബറന സഈദ് ഇബ്നു ഫഹ്ലൂൻ ഖാല അഖ്ബറന യൂനുസ് ഇബ്നു യഹ്യ അൽ മഫാമി ഖാല അഖ്ബറന അബ്ദുൽ മാലിക് ഇബ്നു ഹബീബ് ഖാല അഖ്ബറനി ഇബ്നുൽ മാജിഷൂൻ. ഇബ്നു മാജിഷൂൻ ഇമാം മാലിക്കിന്റെ ശിഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, ഖാല മാലിക് ഇബ്നു അനസ്. ഇമാം മാലിക് റഹിമഹുല്ലാ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇമാം മാലിക് പറഞ്ഞത് അദ്ദേഹം ശിഷ്യൻ കേട്ടു, ശിഷ്യൻ തൻ്റെ ശിഷ്യനോട് പറഞ്ഞു, ശിഷ്യൻ തൻ്റെ ശിഷ്യനോട് പറഞ്ഞു. അതിൽ നിന്നാണ് പിന്നീട് ഉദ്ധരിക്കപ്പെട്ട് പോകുന്നത്. ഇമാം മാലിക് റഹിമഹുല്ലാ എഴുതി വെച്ചതല്ല, ഇമാം മാലിക്കിൻ്റെ ഗ്രന്ഥം അദ്ദേഹം എഴുതി വെച്ചതല്ല, അദ്ദേഹം പറഞ്ഞ വചനം, അദ്ദേഹം ധാരാളമായി പറഞ്ഞ വചനമാണ്. അത് അദ്ദേഹത്തെ ശിഷ്യന്മാർ കേൾക്കുന്നു, ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അവർ അവിടെ ശിഷ്യന്മാർ കൈമാറുന്ന സനദോടുകൂടി കൈമാറി വന്ന വാചകമാണ്. നേരത്തെ പറഞ്ഞ പോലെ തഫ്സീർ ഖുർത്തുബിയിലുണ്ട്, തഫ്സീർ ഇബ്നു കസീറിലുണ്ട്, അതേപോലെ പിന്നെ ഇബ്നു റജബ് അൽ ഹംബലി ഉദ്ധരിച്ചിട്ടുണ്ട്, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഉദ്ധരിച്ചിട്ടുണ്ട്, മാലിക് മദ്ഹബുകാരനായ ഇമാം ഷാത്തിബി റഹിമഹുല്ലാ അദ്ദേഹത്തെ കിതാബ് ഇഅ്തിസാമിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ലോകപ്രസിദ്ധമായ ധാരാളം ഗ്രന്ഥങ്ങളിൽ ഇമാം മാലിക്കിൻ്റെ വചനമായി അത് അറിയപ്പെട്ട കാര്യമാണ്. ഇമാം മാലിക്കിലേക്ക് മാത്രമല്ല മറ്റു പലർക്കും ചേർത്തിക്കൊണ്ടും ആ വചനം അതേപടി ഉദ്ധരിക്കപ്പെട്ടത് കാണാൻ കഴിയുന്നു. അല്ലാഹു അഅലം. മാത്രമല്ല ഇമാം മാലിക്കിൻ്റെ കാലത്ത് രചനകളല്ല, അത് കൂടുതൽ അന്ന് റിവായത്തുകളാണ് കൂടുതലുള്ളത്. അവരൊക്കെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളുകളാണ്, അവരുടെ ഉദ്ധരണികൾ റിവായത്തുകളായിക്കൊണ്ടാണ് അന്നൊക്കെ കുറച്ചുകൂടെ വന്നത്. ഇമാം അബൂ ഹനീഫയുടെ ഇമാം മാലിക്കിലൊക്കെ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. കുറച്ചുകൂടെ കാലം ഇങ്ങോട്ട് പോരുമ്പോഴാണ് തദ്വീൻ, ക്രോഡീകരിക്കുക, രചനയാക്കുക എന്ന സമ്പ്രദായം കുറച്ചുകൂടെ വ്യാപകമായി വന്നത് പിന്നീടുള്ള കാലത്താണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ രേഖപ്പെട്ട് വരാത്തത്. അല്ലാഹു അഅലം. ഏതായിരുന്നാലും നമുക്ക് കിട്ടിയത് പറഞ്ഞു, ബാക്കി അല്ലാ. അങ്ങനെ ഒരു തെളിവായിട്ട് ഫൈസൽ മൗലവി വന്നല്ലോ. പക്ഷെ ആ തെളിവിൽ സൗബാൻ തങ്ങൾക്ക് സംശയം തോന്നി.
ഇതിൻ്റെ ആധികാരികത എന്താണെന്ന് ഒന്നും കൂടെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ആവർത്തിച്ച് വായിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ അത് പൊളിഞ്ഞ് പാളീസാകുന്ന കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത്. ഫൈസൽ മൗലവി ആ ഉദ്ധരിച്ച സനദും ആ ഉദ്ധരണി ഒന്നും കൂടി ഒന്ന് വായിക്കോ. ഇബ്നു ഹസം റഹിമഹുല്ല അദ്ദേഹത്തിന് അൽ ഇഹ്കാം ഫി ഉസൂലിൽ അഹ്കാം എന്ന ഗ്രന്ഥത്തിലാണ് അദ്ദേഹം അത് ഉദ്ധരിച്ചത്. അതേപോലെ ഖാല ഹദ്ദസന അഹ്മദ് ഇബ്നു ഉമർ ഇബ്നു അനസ് ഖാല അഖ്ബറനാ അൽ ഹുസൈൻ ഇബ്നു യഅഖൂബ് ഖാല അഖ്ബറനാ സഈദ് ഇബ്നു ഫഹ്ലൂൻ ഖാല അഖ്ബറനാ യൂനുസ് ഇബ്നു യഹ്യ അൽ മഫാമി ഖാല അഖ്ബറനാ അബ്ദുൽ മാലിക് ഇബ്നു ഹബീബ് ഖാല അഖ്ബറനി ഇബ്നു മാജുശൂൻ ഇബ്നു മാജുശൂൻ അന്നഹു ഖാല മാലിക് ഇബ്നു അനസ്. അപ്പം മാലിക് ഇബ്നു അനസ് പറഞ്ഞുവെന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഇബ്നുൽ മാജുശൂൻ പറഞ്ഞു എന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ അബ്ദുൽ മലിക് ഇബ്നു ഹബീബ് പറയുന്നു. അദ്ദേഹത്തിൽ നിന്ന് അത് ഉദ്ധരിക്കുന്നത് യൂനുസ് ഇബ്നു യഹ്യ, യൂനുസിൽ നിന്ന് അത് ഉദ്ധരിക്കുന്നത് സഈദ് ഇബ്നു ഫഹ്ലൂൻ, സഈദ് ഉദ്ധരിക്കുന്നത് ഹുസൈൻ ഇബ്നു യഅഖൂബ്, അദ്ദേഹത്തിന് ഉദ്ധരിക്കുന്നത് അഹ്മദ് ഇബ്നു ഉമർ ഇബ്നു അനസ്, അദ്ദേഹത്തിൽ നിന്ന് ഇബ്നു ഹസം ഉദ്ധരിക്കുന്നു. ഇതാണ് ഒരു സനദ്. ഇപ്പോൾ ഇബ്നു ഹസം ഉദ്ധരിച്ച സനദാണ്. ഇതേപോലെ മറ്റു പലരും ഉദ്ധരിച്ചിട്ടുണ്ടാവാം. അത് വിശദമായിട്ട് നമുക്ക് പരിശോധിച്ചാൽ നിങ്ങൾക്ക് എല്ലാവരും കിട്ടുന്നത് എവിടെയൊക്കെ വന്നു ആരൊക്കെ ഉദ്ധരിച്ചു എന്നത് കിട്ടും. എന്നിട്ടും അദ്ദേഹം പറഞ്ഞു മൻ അഹ്ദഥ ഫീ ഹാദിൽ ഉമ്മത്തിൽ യൗമ ശൈഅൻ ലം യകുൻ അലൈഹി സലഫുഹാ ഫഖദ് സഅമ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല ഇന്ന അല്ലാഹ തആല യഖൂൽ ഹറം ഹുരിമത് ലക്കും മൈതതു വദ്ദമു വലഹമുൽ ഖിൻസീർ വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി വൽ മുൻഖലിഖു വൽ മഖൂദ എന്ന ആയത്ത്, ആ ആയത്തിലാണ് അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ഭാഗം കൂടി വരുന്നത്. എന്നിട്ട് പറഞ്ഞു ഫമാ ലം യകുൻ യൗമ ഇദിൻ ദീന ഫലാ യകുനുൽ യൗമ ദീന, അത് ദീനല്ലാത്തത് ഇന്നും ദീനാവുകയില്ല എന്ന് അദ്ദേഹം ആ ആയത്ത് കൂടി ചേർത്ത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞതാണ് ഒരു സനദ് ഇതിലുള്ളത്. ഇതിലെന്തെങ്കിലും അവ്യക്തത പറഞ്ഞൂടെ? ഞാൻ ചോദിച്ച ചോദ്യത്തിൽ യലാഹ ഹസന എന്നൊരു വേർഡ് ഉണ്ട്. താങ്കൾ ഇവിടെ ഉദ്ധരിച്ച സനദിൽ അങ്ങനെ ഒരു വേർഡില്ല. മാലിക് റഹിമഹുല്ലാ പറഞ്ഞു മൻ ഹദ്ദസ ഹാദിഹിൽ ഉമ്മത്തിൽ യൗമ ശൈഅൻ ലം യകൂന അലൈഹാ സലഫഹ ഫഖദ് സഹമ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റസൂല. ഞാൻ ചോദിച്ചത് മൻ ബദഅ ഫിൽ ഇസ്ലാമി ബിദഅത യലാഹ ഹസന എന്ന കൗലാണ്. അത് മാത്രമല്ല താങ്കൾ ഇപ്പോൾ ഇവിടെ ഉദ്ധരിച്ച ഇബ്നു ഹസമിന്റെ സനദാണ്. ഇബ്നു ഹസമിനെ പറ്റി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഹജ്ജാജിന്റെ വാളും ഇബ്നു ഹസമിന്റെ നാവും ഒരേപോലെയാണ്. ഹജ്ജാജ് വാള് കൊണ്ടാണ് സഹാബികളെയും താബികളെയും കൊന്നൊടുക്കിയത് എങ്കിൽ ഇബ്നു ഹസമിന്റെ പേന കൊണ്ടാണ് പണ്ഡിതന്മാരെ ചീത്ത പറയുകയും തള്ളി പറയുകയും ചെയ്തതെന്ന്. അപ്പോൾ ഇത് ഈ ഇബ്നു ഹസമിന്റെ സനദാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. കണ്ടില്ലേ, സൗബാൻ തങ്ങൾ വെറുതെ വിട്ടില്ല. കാരണം ഇത്രയും വലിയ ഒരു തട്ടിപ്പ് നടത്തിയിട്ട് അത് ജനങ്ങൾക്ക് മുമ്പിൽ തുറന്ന് കാണിക്കേണ്ടതുണ്ടല്ലോ. സൗബാൻ തങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ച് ഇവരുടെ കളവ് പുറത്തു കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മാലിക് ഇമാമിന്റെ കിതാബ് ഇല്ല എന്ന് മാത്രമല്ല, മാലിക് ഇമാം പറയുന്നത് കേട്ടിട്ട് ശിഷ്യൻ രേഖപ്പെടുത്തി എന്ന് പറഞ്ഞു കൊണ്ടുവന്ന ആ സനദും ആ തെളിവും അതും എന്താണ് തട്ടിപ്പാണെന്നുള്ളതാണ് ഇവിടെ ബോധ്യപ്പെടുന്നത്. അപ്പോൾ ഈ സനദ് കൊണ്ടുവന്ന ആള് എത്രത്തോളം വിശ്വസനീയമാണ് എന്ന് അവിടെ സൗബാൻ തങ്ങൾ പറഞ്ഞപ്പോൾ ഫൈസൽ മൗലവി അയാളെ തള്ളുന്നുണ്ട്. ഈ മാലിക് ഇമാമിന്റെ അടുക്കൽ നിന്ന് കേട്ട് ഉദ്ധരിച്ച ആ ശിഷ്യരെ തള്ളിക്കളയുന്നുണ്ട്. അയാളെ വിശ്വസിക്കേണ്ട, നമുക്ക് മറ്റൊരുപാട് തെളിവുകളുണ്ടല്ലോ. ആരൊക്കെയാണ്? ഇബ്നു കസീർ, ഇമാം ഖുർത്തുബി, ഷെയ്ഖ് ജീലാനി തങ്ങൾ തുടങ്ങിയ ഒരുപാട് ഇമാമികളുടെ പേര് പറഞ്ഞ് അവരുടെ കിതാബിലുണ്ട്, അവരുടെ തഫ്സീറാത്തുകളിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മാലിക് ഇമാമിന്റെ ശിഷ്യനെ തള്ളിക്കളഞ്ഞാലും ഇതൊക്കെ നമുക്ക് എടുക്കാമല്ലോ എന്നുള്ളതാണ് പിന്നെ ഫൈസൽ മൗലവിയുടെ വാദം. പക്ഷെ അതും പൊളിച്ച് കൈ കൊടുത്തു. കാരണം സൗബാൻ തങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്നാ ഇമാം ഖുർത്തുബി അതുപോലെ തന്നെ ഇബ്നു കസീർ ഇവരുടെയൊക്കെ ഗ്രന്ഥങ്ങൾ ഏതാണ് ആ കിതാബുകളെന്ന് പറഞ്ഞാൽ അതിലൊന്ന് കാണിച്ചു തന്നാൽ നന്നായിരുന്നു എന്ന് സൗബാൻ തങ്ങൾ ചോദിച്ചപ്പോൾ അപ്പോൾ ആ കിതാബും അറിയില്ല. നേരത്തെ മാലിക് ഇമാം തങ്ങളുടെ കിതാബ് അറിയില്ല, ഓക്കെ അത് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അവസാനം ഇബ്നു കസീറിലുണ്ട്, ഖുർത്തുബിയിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കിതാബ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ അതും അറിയില്ല. അപ്പോൾ പറയണത് വാട്സപ്പ് നമ്പർ തന്നാൽ അതിലേക്ക് അയച്ചുതരാൻ നമ്മൾ. ഇതിനാണ് ഇവർ മുഖാമുഖം നടത്തുന്നത്. അങ്ങനെ വാട്സപ്പ് നമ്പർ തന്നാൽ അതിലേക്ക് അയച്ചുതരാമെന്ന് പറഞ്ഞിട്ട് ഫൈസൽ മൗലവി തടി തപ്പാൻ നോക്കുന്നതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ഇബ്നു കസീറിലും ഖുർത്തുബിയിലൊക്കെ ഇമാം മാലിക് റഹിമഹുല്ലാഹുവിന്റെ കൗലുണ്ടെന്നൊക്കെ അത് ഏത് കിതാബിലാണെന്നും കൂടി ഒന്ന് പറഞ്ഞാൽ. ഇബ്നു കസീറിന്റെ തഫ്സീറിലുണ്ട്, ഇമാം ഖുർത്തുബിയുടെ തഫ്സീറിലുണ്ട്. അതേപോലെ പിന്നെ ഇമാം ഷാത്തിബിയുടെ കിതാബിൽ എഴുത്തിയ സാമിൽ പലതവണ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇബ്നു റജബുൽ ഹംബലി ഏതിലെ ഉദ്ധരിച്ച് നോക്കിയിട്ട് വേണം, അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടനവധി മുഫസ്സിറുകൾ, തർക്കമില്ല, ഇത് ലോകത്ത് തർക്കമില്ലാത്ത വിഷയമാണ്, തർക്കമില്ലാത്ത വ്യത്യസ്ത പദങ്ങൾ വന്നിട്ടുണ്ട്.
വ്യത്യസ്ത പദങ്ങളിൽ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ഇത് ലോക തർക്കമില്ലാതെ എല്ലാ മദ്ഹബും സ്വീകരിച്ചു പോരുന്ന ഇബ്നു ഹസ്ം സ്വീകരിച്ച പിന്നെ ബാക്കി എതിരായല്ലോ. ഇബ്നു ഹസ്ം ലാഹിരിയാണ്, അദ്ദേഹം പോലും സ്വീകരിച്ചാൽ പിന്നെ അർത്ഥം മറ്റൊക്കെ സ്വീകരിച്ചതല്ലേ. ബാക്കി എല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട്, ഇബ്നു ഹസ്ം മാത്രമല്ല പറഞ്ഞത്. ഇത് ഒരു സ്ഥലത്ത് കിട്ടി പറഞ്ഞതേ ഉള്ളൂ. ഇബ്നു ഹസ്ം മാത്രമല്ല, 4 മദ്ഹബിന്റെയും ഇമാമന്മാർ തർക്കമില്ലാത്ത വിധം പറഞ്ഞു പോകും. ഇബ്നു റജബ് അദ്ദേഹം ഹംബലിയാണ്, അതേപോലെ ഷെയ്ഖ് ജിലാനി അദ്ദേഹം ആദ്യം ഷാഫി ആയിരുന്നു, പിന്നെ മാലിക്കിക്ക് മാറിയ ആളാണ്, അവർ രണ്ടുമായി. അതേപോലെ ഇബ്നു കസീർ അദ്ദേഹം ഷാഫിയാണ്, അതേപോലെ ഇമാം ഷാത്തബി അദ്ദേഹം മാലിക്കിയാണ്. ഇത് ഇമാം മാലിക് എന്ന് അറിയപ്പെട്ടു പോകുന്ന കാര്യവും പല വിഷയങ്ങൾ വരുമ്പോൾ ഇമാം മാലിക് റഹിമഹുല്ല ഈ നിലക്ക് അദ്ദേഹം പറയാറുണ്ട്. വ്യത്യസ്തമായ കാര്യങ്ങളിൽ ഇമാം മാലിക് സമാനമായി പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. അത് ഏറ്റവും അധികം ഉദ്ധരിച്ച ആള് അബൂ ഇസ്ഹാഖ് ഷാത്തബി റഹിമഹുല്ല, അദ്ദേഹത്തിന്റെ കിതാബ് ഇത്തിസാം, അദ്ദേഹം മാലിക് മദ്ഹബുകാരനാണ്. അദ്ദേഹം മാലിക് ഇമാമിന്റെ ഇത്തരം ഉദ്ധരണികൾ ധാരാളമായി ഉദ്ധരിച്ചത് കാണാൻ കഴിയുന്നു. വല്ലാഹു അഅലം. നിങ്ങൾ നമ്മളെന്നാലും വിശദമായിട്ട് വേണമെങ്കിൽ നമുക്ക് അതിന്റെ വ്യത്യസ്തമായ കിതാബ് എവിടെയൊക്കെ വന്ന് വാളും പേജൊക്കെ വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് പിന്നീട് അയച്ചുതരും ചെയ്യാം. നമ്പർ സംഘാടനത്തിൽ കൊടുത്താൽ മതി ഇൻഷാ അല്ലാഹ്. നമ്പർ വാങ്ങിക്കോളി, ഇപ്പം നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. വളരെ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളി. ഓക്കെ. അല്ല, സനത് നിങ്ങൾ വിശദീകരിച്ചു. ഇബ്നു ഹസ്ം തങ്ങളെ ഇബ്നു ഹസ്ം വേണ്ട, ഇബ്നു ഹസ്ം ഇല്ലാതെ വെച്ചോളി. അപ്പൊ ഈ കൗല് റെഡിയാവുന്നില്ലല്ലോ. വേണ്ട, നമ്മൾ ഇബ്നു ഹസ്ം ഇല്ലാതെ വെച്ചോളി. അല്ല, ഈ സനദിൽ ഇപ്പൊ പ്രശ്നമുണ്ടല്ലോ. ഇബ്നു ഹസമിനെ പണ്ഡിതന്മാർ ഒന്നടങ്കം എതിർത്തല്ലോ. ഇബ്നു ഹസമിന്റെ പേനയും അതുപോലെ തന്നെ ഹജ്ജാജിന്റെ വാളായിട്ടാണ് തുലനം ചെയ്തത്. അപ്പോൾ ഈ സനത് കൊണ്ട് ഈ കൗല് നമ്മൾ അംഗീകരിക്കാൻ പാടുണ്ടോ? അത് അംഗീകരിക്കണ്ട. മൊയ്തീൻ ഷെയ്ഖ് അംഗീകരിക്കൂലേ? മൊയ്തീൻ ഷെയ്ഖ് തങ്ങൾ ഈ ഞാൻ ചോദിക്കുന്നത് ഇമാം മാലിക് റഹിമഹുള്ളയുടെ ഈ കൗലിനെ പറ്റിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതിനാണ് മൊയ്തീൻ ഷെയ്ഖ് ഉദ്ധരിച്ചു വന്നത്. ഇബ്നു കസീർ ഉദ്ധരിച്ചു, ഇമാം ഖുർത്തുബി ഉദ്ധരിച്ചു, ഇമാം ഷാത്തിബി ഉദ്ധരിച്ചു. ഒലക്കെ അതേപോലെയല്ലോ. നീ ഇബ്നു ഹസ്മിനെ മൊത്തത്തിൽ തള്ളിയതാണോ? അല്ലല്ലോ. ഇബ്നു ഹസ്ം ലാഹിരിയ മദ്ഹബാണ്. ഈ മൊയ്തീൻ ഷെയ്ഖ് തങ്ങൾ ഏത് കിതാബിലാണ് പറഞ്ഞത്? ഏത് ഉദ്ധരണിയാലെന്ന് പറഞ്ഞത്? തർക്കത്തിന്റെ വിഷയമല്ലോ. എല്ലാം പറഞ്ഞ നമ്പർ കൊടുത്തോളി. സനദിലൊന്ന് വിശദീകരണം നൽകണം. കാരണം ഇബ്നു ഹസ്മിന്റെ ആ സനദിൽ വിശദീകരണം നൽകണം. നിങ്ങൾ ഇപ്പോൾ ഈ കൊണ്ടുവന്ന് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ സനദില്ലാതെയാണ് ഇപ്പോൾ ഇമാം മാലിക് റഹിമഹുള്ളയുടെ ഈ കൗലി നിങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇമാം ഷാത്തിബി ജീവിക്കുന്നത് ഹിജ്റ 8-ാം നൂറ്റാണ്ടിലും ഇമാം മാലിക് റഹിമഹുള്ള ജീവിക്കുന്നത് ഹിജ്റ 2-ാം നൂറ്റാണ്ടിലുമാണ്. അപ്പോൾ ഷാത്തിബിയുടെ ഈ നിങ്ങൾ കൊണ്ടുവന്ന ഒന്നാമത് ആ സനദിലുള്ള പ്രശ്നം എന്നുള്ളത് യഥാ ഹസനാന്നുള്ള ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്നുള്ളത് ആ സനദ് ഇബ്നു ഹസമിന്റെ സനദാണ്. ഞാൻ പറഞ്ഞില്ല, ഇബ്നു ഹസമിനെ പണ്ഡിതന്മാർ ഒന്നടങ്കം തള്ളിയ പണ്ഡിതനാണ് ഇബ്നു ഹസം. നിങ്ങൾ ഈ കാര്യത്തിൽ സുഹൃത്തുക്കളെ പറഞ്ഞത് നമ്മൾ പറഞ്ഞ ഇബ്നു ഹസമിന്റെ ഫിഖ്ഹിലെ ചില വീക്ഷണത്തിൽ മാത്രമാണ് വിയോജിപ്പുള്ളത്. ഇമാം മാലിക് റഹിമഹുള്ള വചനമായി വ്യാപകമായി ധാരാളം തഫ്സീറുകളിൽ ധാരാളം ഗ്രന്ഥങ്ങളിൽ വ്യാപകമായി ഉദ്ധരിച്ചു പോകുന്ന ആളല്ല. ഫൈസൽ മൗലവി കണ്ടുപിടിച്ചാണ്ട് ഇവർ പറഞ്ഞൊന്നുമല്ല. ഒരുപാട് തഫ്സീർ ഗ്രന്ഥങ്ങൾ നിങ്ങൾ ഈ ആയത്തിന്റെ തഫ്സീർ മൊത്തം വായിച്ചു നോക്കിയാൽ മതി. അല്യുമ അക്മൽ ലക്കും ദീനക്കും എന്ന ആയത്തിന് ലഭ്യമായ തഫ്സീറൊക്കെ വായിച്ചു നോക്കി. പല മുഫസ്സിറുകളും ഈ ആയത്ത് തഫ്സീർ ചെയ്യുമ്പോൾ ഇമാം മാലിക്കിന്റെ വചനമായി എടുത്തു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ സ്ഥലങ്ങൾ നമ്പർ കൊടുത്തോളി. അതൊക്കെ ഇൻഷാല്ലാ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഇൻഷാല്ലാ നമുക്ക് എല്ലാം അയച്ചു തരാം. ഒരു പ്രശ്നമില്ല. എവിടെയൊക്കെ വന്നു, ഏതൊക്കെ കിതാബിലുണ്ട്, പേജും നാളും നമ്പറും അത് വേണേൽ അതിൻ്റെ കോപ്പി അടക്കം എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരാം. അതാണ് പറഞ്ഞത്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഫൈസൽ മൗലവി പെട്ട പെടല്, ഇമാതിരി ഒരു പെടല് ഫൈസൽ മൗലവി ജീവിതത്തിൽ പെട്ടിട്ടുണ്ടാവില്ല. അതും ഒരു ചെറിയ കുട്ടിയുടെ മുമ്പിൽ. ഇത്തരം ചെറിയ വിദ്യാർത്ഥികളുടെ മുമ്പിൽ ഇങ്ങനെ പെടല് പെട്ടാലേ വലിയ വലിയ ആലിമീങ്ങളൊക്കെ വന്നാൽ ഇവർ കണ്ട വഴി ഓടൂലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഇമാമികളുടെ ഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ ഇമാമികളുടെ ചരിത്രമൊന്നും അത്രത്തോളം ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല ഈ വിദ്യാർത്ഥി. എന്നാൽ ഇതെല്ലാം അറിയുന്ന വലിയ പണ്ഡിതന്മാരൊക്കെ വരികയാണെങ്കിൽ ഇവർ എങ്ങനെയായിരിക്കും ഇവരെ ഓട്ടം? ഓടിയ സ്ഥലത്ത് ഇവരെ പുല്ല് മുളക്കോ? ഈ ഒരു ചെറിയ വിദ്യാർത്ഥിക്ക് മുമ്പിൽ ഇങ്ങനെ മുട്ട് പറിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഈ മൗലവിമാരുടെ അവസ്ഥ. ഒരു കിതാബും അറിയില്ല, ഒരു ഇബാറത്തും അറിയില്ല, വിവരം ഉണ്ടായിട്ടല്ല ഇവർ പറയുന്നത്. ഓഫീസിൽ നിന്ന് കിട്ടുന്ന പേപ്പർ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് വായിക്കുക. അതിൻ്റെ ആധികാരികതയോ അതിൻ്റെ തെളിവോ ആ ഇബാറത്ത് ഏത് കിതാബിലാണെന്നോ ആരാണത് ഉദ്ധരിച്ചതെന്നോ ഒന്നും അറിയില്ല. ഓഫീസിൽ നിന്ന് കിട്ടുന്ന ആ പേപ്പർ കഷ്ണങ്ങൾ ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ പറയാം. വെറും തൊള്ള മാത്രം. ഇത് കേട്ട് അന്ധമായിട്ട് വിശ്വസിക്കാൻ കുറേ മണ്ടന്മാർ മുമ്പിലുണ്ടല്ലോ. അപ്പം അങ്ങനെ ഈ കിതാബ് ഏതാണെന്ന് പറയാൻ കഴിയാതെ വരുമ്പോൾ നിങ്ങൾ വാട്സപ്പ് നമ്പർ തന്നോളൂ, ഞാൻ അയച്ചു തരാമെന്ന്. അങ്ങനെ വാട്സപ്പിൽ അയച്ചു കൊടുക്കാനാണെങ്കിൽ പിന്നെ ഒരുപാട് പൈസ മുടക്കി കുറേ ആളുകളെ വിളിച്ചു കൂട്ടി അവിടെ ഒരു മുഖാമുഖം നടത്തേണ്ട ആവശ്യമുണ്ടോ? ആയിരക്കണക്കിന് ആൾക്കാരെ സമയം വെറുതെ കളയേണ്ട ആവശ്യമുണ്ടോ? ഈ സൗബാന വിളിച്ചു വരുത്തിയിട്ട് അവനായിട്ടൊരു സംവാദം നടത്തിയാൽ പോരെ? അപ്പോൾ എന്തിനാ പിന്നെ ഇവർ ഈ നൂറുകണക്കിന് ആളുകളെ വിളിച്ച് മുഖാമുഖം നടത്തുന്നത്? അങ്ങനെ അവിടെ കൂടിയ എല്ലാവർക്കും തിരിയാൻ വേണ്ടിയിട്ടല്ലേ? യൂട്യൂബിൽ ഇത് കാണുന്ന എല്ലാവർക്കും തിരിയാൻ വേണ്ടിയിട്ടല്ലേ? ഈ സൗബാന് വാട്സപ്പിലൂടെ അയച്ചു കൊടുത്താൽ അവിടെ കൂടിയ ആളുകൾക്ക് എങ്ങനെ ഇത് മനസ്സിലാവുക? യൂട്യൂബിലൂടെ കാണുന്ന ആളുകൾക്ക് എങ്ങനെ ഇത് മനസ്സിലാവുക? അപ്പോൾ ഇവരുടെ തട്ടിപ്പാണ് ഇവിടെ വ്യക്തമായിട്ട് നിഴലിച്ച് കാണുന്നത്. എന്നിട്ടും ഇത് മനസ്സിലാക്കാൻ കഴിയാത്തവരെ നമ്മൾ എന്താ വിളിക്കുക? ഏതായാലും ഈ സൗബാൻ തങ്ങളെ മുമ്പിൽ കുടുങ്ങിയെന്ന് മനസ്സിലായപ്പോൾ ഫൈസൽ മൗലവി എല്ലാം തടിയിരുന്നുണ്ട്.
എന്നിട്ട് വേറെ ആളെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് വേറെ ആൾ വരുന്നുണ്ട്. പക്ഷേ ഫൈസൽ മൗലവി മുങ്ങിയാലും സൗബാന്തങ്ങൾ വിടില്ല. അടുത്ത വന്ന മൗലവിനോട് ചോദിച്ചു, ഇതൊന്ന് വ്യക്തമാക്കണം എന്ന് പറഞ്ഞു. ഒന്നും കൂടെ കാണാം. ഇപ്പം നിങ്ങൾ കൊണ്ടുവന്ന ഈ സനദിൽ വേറെ പ്രശ്നം കൂടി ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ കൊണ്ടുവന്നത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ ശിഷ്യനായ ഇബ്നു മാരിഷൂനെയാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. ഇബ്നു മാരിഷൂനെ പറ്റി ഇമാം ഹിബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറയുന്നത് ഇബ്നു മാരിഷൂന് ഒരുപാട് പിഴവ് പറ്റിയിട്ടുണ്ട്. വലഹു അഖലാത്തുൻ എന്നാണ് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ഇബ്നു മാരിഷൂനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അതൊരു പ്രശ്നം, ഈ സനദ് വേറെ പ്രശ്നമാണ്. പിന്നെ ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഖുർത്തുബിയിലും ഇബ്നു കസീറിലൊക്കെ പറഞ്ഞതെന്ന് പറയുന്നു, അത് നിങ്ങൾ ഇവിടെ വ്യക്തമാക്കണം. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സനദ് അല്ലാതെ വേറൊരു സനദ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹിക്ക് എത്തുന്ന സനദുണ്ടോ? നിങ്ങൾ ഈ കാര്യം ഒന്ന് വ്യക്തമാക്കണം. അത് നിങ്ങൾക്ക് അയച്ചു തരുന്നു പറഞ്ഞല്ലോ. നമ്പർ വാങ്ങിക്കണം. നമ്പർ വാങ്ങിയിട്ടുണ്ട്. നിന്റെ അടുത്ത ആൾ കൊടുക്കും. അപ്പോൾ അയാളും കയ്യൊഴിയാണ്, വാട്സപ്പ് നമ്പർ വാങ്ങിയിട്ടുണ്ടല്ലോ, അയച്ചു തരാമെന്ന് പറഞ്ഞല്ലോ എന്ന്. എമ്മാതിരി പെടലാണ് ഈ മൗലവിമാർ പെടുന്നത് ചെറിയ കുട്ടികൾക്ക് മുമ്പിൽ. ചുരുക്കി പറഞ്ഞാൽ ഈ മൗലവിമാർ പറയുന്ന ഇബാറത്തുകൾക്കും തെളിവുകൾക്കും യാതൊരു ആധികാരികതയുമില്ല, ഒരു കിതാബുമില്ല. ഇവർ തൊള്ള മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ പറയുന്ന കാര്യങ്ങൾ ചോദിച്ചാൽ ഏത് കിതാബിലാണ് നോക്കിയിട്ട് വേണം, അത് അറിയില്ല, പിന്നീട് വാട്സപ്പിൽ അയച്ചു തരാമെന്നുള്ളൊക്കെ മറുപടി. ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഇവരെ പിന്നാലെ കൂടുന്ന ആളുകളുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ സൗബാന്തങ്ങൾ ഇത് വിടാൻ പറ്റില്ലായിരുന്നു. കാരണം ഇത് വ്യാപകമായിട്ട് ജനങ്ങളെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ എല്ലാ സ്ഥലത്തും പോയിട്ട്. ഇതങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ജനങ്ങൾക്കിത് കാര്യം മനസ്സിലാവില്ലല്ലോ. അപ്പോൾ സൗബാന്തങ്ങൾ ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കാനും ഇത് അവരെ കൊണ്ട് പറയിപ്പിക്കാനും ശ്രമിച്ചപ്പോൾ പിന്നെ സൗബാന്തങ്ങളെ ചോദിക്കാൻ അനുവദിച്ചില്ല. അടുത്ത ആൾ വരട്ടെ, ഇത് വാട്സപ്പിൽ അയച്ചാലെന്ന് പറഞ്ഞല്ലോ, അടുത്ത ആൾ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടുത്ത ആൾ വന്ന് നോക്കുമ്പോൾ അത് അതിലും വലിയ ആൾ. കാരണം കടിച്ചതിലും വലുതാണ് മാളത്തിൽ എന്ന് പറഞ്ഞ പോലെ അതിലും വലിയ ആളെ വന്നത്. അങ്ങനെ സൗബാന്തങ്ങളുടെ അടി കൊണ്ട് തളർന്നിരിക്കുന്ന മൗലവിമാരുടെ പത്തി നോക്കി ഒരു അടി കൂടി കൊടുത്തു അടുത്ത് വന്ന ആൾ. ഒന്ന് കാണാം. ഇപ്പോൾ ഈ കുട്ടി ചോദ്യം ചോദിച്ചല്ലോ, അതുമായി ബന്ധപ്പെട്ട് ഇബ്നു കസീർ റഹിമഹുല്ല, ഇമാം ഖുർത്തുബി റഹിമഹുല്ല, ഷെയ്ഖ് ജീലാനി റഹിമഹുല്ല അവരെന്ത് ചെയ്തിട്ടില്ല, ഈ ഫൈസൽ മൗലവി യറാഹ ഹസന എന്നുള്ള ഇബാറത്ത് എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു വിഷയം. രണ്ടാമത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇമാം ഷാത്തിബി റഹിമഹുല്ല ഏത് നൂറ്റാണ്ടാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ പറഞ്ഞു 8-ാം നൂറ്റാണ്ടിലാണ്. 2-ാം നൂറ്റാണ്ടിലാണ് ഇമാം മാലിക് റഹിമഹുല്ല വരുന്നത്. അവരിലേക്ക് എത്തുന്ന ഒരു സനത് എവിടെയും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. പിന്നെ മൂന്നാമത് ഇബ്നു ഹസ്മിനെ കുറിച്ച് എന്താണ് പണ്ഡിതന്മാർ പറഞ്ഞത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാ മുഖാമുഖത്തിലും പറയുന്ന ഒരു വിഷയമാണ് എന്ത്, ഇങ്ങനൊരു മാലിക് ഇമാമിൽ നിന്ന് ഇങ്ങനൊരു വാക്കുണ്ടെന്ന് എല്ലാ മുഖാമുഖത്തിലും എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. അപ്പോൾ ജീലാൻ റളിയല്ലാഹുവിന്റെ പേര്, ഇവരെ പേരൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർ ഏത് കിതാബിലാണ് ഉദ്ധരിച്ചത്, ആ ഉദ്ധരണം എന്ത് ചെയ്താൽ മതി, അവിടെ ഹാജരാക്കിയാൽ മതി. ഇബ്നു കസീർ റഹിമഹുല്ലയുടെ ഇബാറത്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് അത് ഹാജരാക്കിയ പ്രശ്നം കഴിഞ്ഞു. അങ്ങനെ ഒരു ഇബാറത്തില്ല. പിന്നെ ഉദ്ധരിച്ചത് ആരാണ്, ഷാത്തിബി ഇമാം ഉദ്ധരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചു. അത് കിതാബിൽ ഇത്തിസാമിലുണ്ട്, സംഗതി ശരി തന്നെയാണ്. പക്ഷെ അവിടെ എന്തില്ല, സനദില്ല. 8-ാം നൂറ്റാണ്ടിൽ വന്ന ആള് 2-ാം നൂറ്റാണ്ടിലുള്ള ആളെ പറ്റി പറയുമ്പോൾ സനദ് വേണമല്ലോ. കാരണം നേരത്തെ പറഞ്ഞു ദീൻ എന്ന് പറഞ്ഞാൽ തന്നെ സനദ് കൊണ്ടാണ്. നേരത്തെ ആരെന്ന് എനിക്ക് ഓർമ്മയില്ല, അവിടെ പ്രസംഗിച്ചപ്പോൾ എന്ത് ചെയ്തു, അവിടെ പറഞ്ഞു. അപ്പോൾ അതിനെന്തില്ല, സനദില്ല. സനദ് ഉണ്ടെങ്കിലേ മുജാഹിദുകൾക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സനദ് ഒന്നിക്ക് സനദ് ഹാജരാക്കുക, അല്ലെങ്കിൽ ജീലാൻ റളിയല്ലാഹുവിനോ ഇബ്നു കസീർ റഹിമഹുല്ല, ഖുർത്തുബി ഇമാമോ ഇവരെ ഉദ്ധരണം എന്ത് ചെയ്താൽ അതൊന്ന് വായിച്ചാൽ മതി. കണ്ടില്ലേ, ഈ മൗലവിൻ്റെ തൊള്ള അല്ലാതെ വേറെ ഒരു സനത്തുമില്ല, തെളിവില്ല. എന്നിട്ട് വെറുതെ അങ്ങോട്ട് പറയാം, ആ കിതാബിലുണ്ട്, ഈ കിതാബിലുണ്ട്, ആ ഇമാം ഉദ്ധരിച്ചിട്ടുണ്ട്, ഈ ഇമാം ഉദ്ധരിച്ചിട്ടുണ്ട്, വെറുതെ പറയാം. അത് ഏത് കിതാബിലാണ്, കിതാബ് എവിടെയെന്ന് ചോദിച്ചാൽ അപ്പോൾ നോക്കിയിട്ട് പറയാം വാട്സപ്പിൽ അയച്ചു തരാമെന്നുള്ളത്. ഇതാണ് ഇവരുടെ തെളിവ് എന്ന് പറയുന്നത്. ഇതാണ് ഇവരുടെ ആദർശം എന്ന് പറയുന്നത്. ഇനി ഇത് മാത്രമാണോ, പല മുഖാമുഖത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നവരോട് ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും പണ്ഡിതന്മാരുടെ കിതാബ് കൊടുത്തിട്ട് ഉദ്ധരിക്കുക, എന്നിട്ട് അയാളെ പേര് വായിക്കുമ്പോൾ റഹിമഹുല്ലാക്ക് ചേർത്തിട്ട് നൂറ്റാണ്ട് മുമ്പുള്ള ഒരു മഹാൻ എഴുതിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരുടെ കിതാബ് വായിക്കുക, വഹാബി പണ്ഡിതന്മാരുടെ. അതല്ലെങ്കിൽ അടുത്ത കാലത്ത് മരണപ്പെട്ട ഏതെങ്കിലും വഹാബി പണ്ഡിതന്മാരുടെ കിതാബ് കൊണ്ടുവന്ന് വായിക്കുക. എന്നിട്ട് അയാളുടെ പേര് പറയുമ്പോൾ റഹിമഹുല്ലൊക്കെ ചേർത്തിട്ട് നൂറ്റാണ്ട് മുമ്പുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കിതാബ് വായിച്ചിട്ട്, അങ്ങനെ കിതാബ് വായിച്ചിട്ട് ജനങ്ങളെ പറ്റിക്കുക. ഇത് കേൾക്കുന്ന മുജാഹിദ് പ്രവർത്തകർ എന്താ ചിന്തിക്കുക, ഇങ്ങനെയൊക്കെ ഇമാമും പറഞ്ഞിട്ടുണ്ടല്ലോ, പഴയ കാലത്തെ ഇമാമുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ എന്ന്. ഇത് ജനങ്ങളെ വെഡ്ഡികളാക്കുകയാണ്. ഇത് ഒരുപാട് പ്രാവശ്യം സുന്നി പണ്ഡിതന്മാർ പിടികൂടിയതാണ്. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു പെടല് മുജാഹിദ് മൗലവിമാർ പെട്ടത്. ഇതൊക്കെയല്ലേ ശരിക്കും പൗരോഹിത്യം എന്ന് പറയുന്നത്. ഇവർ പറയാറുണ്ട് സുന്നികൾ മുസ്ലിയാക്കന്മാരെ അന്ധമായിട്ട് വിശ്വസിക്കുകയാണ്, അതിന് തെളിവും കാര്യങ്ങളൊന്നും കാണൂല, റസൂല ചെയ്തതോ സാഹബത്ത് ചെയ്തതോ ഒന്നും രേഖ കാണൂല, അന്ധമായിട്ട് അവർ പറയുന്നത് കേട്ട് വിശ്വസിക്കുകയാണ്, മുസ്ലിയാക്കന്മാർക്ക് വയറ്റുപൈപ്പിന് വേണ്ടി ചെയ്യുകയാണെന്നൊക്കെ അവർ പറയാറുണ്ട്. എന്നിട്ട് ഇവരെല്ലാം തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ, സനദിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ. ഇവർ പറയുന്ന എല്ലാ വാദത്തിലും കൃത്യമായിട്ടുള്ള രേഖകളുണ്ട്, റസൂല ചെയ്തിട്ടുണ്ട്, സഹാബകൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ അവരുടെ തെളിവിൻ്റെ അവസ്ഥ. അപ്പം ഇവർ പറയുന്ന ഒരു കാര്യത്തിനും ഒരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളത് ഈ ഒരൊറ്റ ഉദാഹരണത്തിലൂടെ നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഇനിയും മുജാഹിദ് പ്രവർത്തകർ ഇവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ച് പിന്നെ ഒന്നും പറയാനില്ല. അത്രയും പമ്പര വെഡ്ഡികളാണെന്ന് തന്നെ അവരെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും ഈ ഫൈസൽ മൗലവി മുമ്പ് പറഞ്ഞല്ലോ, ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ഇബ്നു കസീർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റ് നിരവധി ഇമാമികൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു.
അതിൻ്റെ ആധികാരികത നമുക്കൊന്ന് പരിശോധിക്കാം. ആ ടൗൺ ഹാളിൽ വെച്ച് തന്നെ സുന്നി പണ്ഡിതന്മാർ നടത്തിയ ഒരു മുഖാമുഖം ഉണ്ടായിരുന്നു. അതിൽ കൃത്യമായിട്ട് ഈ വാദങ്ങളൊക്കെ ഫൈസൽ മൗലവിയുടെ വാദങ്ങളൊക്കെ പൊളിച്ചെടുക്കുന്നുണ്ട്. ആ കിതാബുകളൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് അതിലില്ല എന്ന് സമർത്ഥിക്കുന്നുണ്ട്. ആ വീഡിയോ കൂടെ നമുക്കൊന്ന് കാണാം. തഫ്സീറുകളിൽ ഇമാം ഖുർത്തുബി, ഇമാം ഇബ്നു കസീർ അടക്കമുള്ള മുഫസ്സിറുകൾ തഫ്സീറുകളിൽ ഈ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്ത് വ്യാഖ്യാനിക്കുമ്പോൾ അവിടെ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതാണ് ഇമാം ഖുർത്തുബിന്റെ തഫ്സീറാണ്. ഇമാം ഖുർത്തുബിന്റെ തഫ്സീറിൽ സൂറത്തു മാഇദയിലെ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറയുന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പ്രസ്താവന കൊടുത്തിട്ടുണ്ട് എന്ന് മുജാഹിദ് മൗലവി പ്രസംഗിച്ചു. ഇതാണ് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബ് തഫ്സീർ. ഈ തഫ്സീറിൽ ഇങ്ങനെ ഇതിന്റെ ഒന്നാമത്തെ പേജ് മുതൽ അവസാനത്തെ പേജ് വരെ നോക്കിയാലും ഇങ്ങനെ ഒരു ഇബാറത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. എന്നല്ല, ഖുർത്തുബി ഇമാമിന്റെ 3-ാമത്തെ ജുസ്ആണ്. തഫ്സീറിന്റെ ഒരു ജുസിലും ഇങ്ങനെ ഒരു ഇബാറത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. കളവ് 2. പിന്നെ അടുത്തത് ഇബ്നു കസീർ അദ്ദേഹം. ഇതാണ് ഇബ്നു കസീർ. ഇബ്നു കസീർ 4 വാള്യമുണ്ട്. ഇതിൽ ഈ 1-ാമത്തെ വാള്യാണിത്. ഇതിലാണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്തുള്ളത്. ഇതിൽ ഇബ്നു കസീർ അങ്ങനെ ഒരു ഉദ്ധരണി പറഞ്ഞതായി തെളിയിക്കുവാൻ ലോകത്ത് ഒരു മുജാഹിദിനും സാധിക്കുകയില്ല. എന്നല്ല, ഇബ്നു കസീറിന്റെ മറ്റു 3 വാള്യങ്ങൾ എടുത്തിട്ട് 1-ാമത്തെ പേജ് മുതൽ അവസാന പേജ് വരെ വായിച്ചു നോക്കിയാലും ഇങ്ങനെ ഒരു ഇബാറത്ത് കാണാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. വിശ്വപ്രസിദ്ധമായ ഒട്ടനവധി ഗ്രന്ഥങ്ങളിൽ മുഫസ്സിറുകൾ പ്രധാനപ്പെട്ട മുഫസ്സിറുകളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്. പ്രധാനപ്പെട്ട മുഫസ്സിറിന് എത്ര ഉണ്ടാവും? നമ്മളിപ്പോൾ ഉമ്മഹാത്തുൽ മുഫസ്സിരീൻ എന്നൊക്കെ പറയുന്ന, തഫ്സീർ എന്നൊക്കെ പറയുന്ന തൊബരി ആവട്ടെ, ഇബ്നു കസീർ ആവട്ടെ, അതുപോലെ തന്നെ ഖുർത്തുബി ആവട്ടെ, റാസി ആവട്ടെ, ഇങ്ങനത്തെ തഫ്സീറിലൊന്നും ഇല്ലാന്ന് മാത്രമല്ല, ഇന്ന് ഞാൻ 130-ലേറെ തഫ്സീറുകൾ നോക്കി. വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. റെഡി അല്ലേ? തഫ്സീറിൽ ഈ തഫ്സീറുകൾ മുഴുവനും പരിശോധിച്ചാലും അതിലൊന്നും തന്നെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഇങ്ങനെ ഒരു ഉദ്ധരണി ഇല്ല. നോക്കൂ, നിങ്ങൾ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കി. ഇത് ഏതാ കാലം നിറങ്ങൾ? ഇത് ഏതാ കാലം? തഫ്സീറുകൾ 130-ലേറെ തഫ്സീറുകൾ ഞാൻ എണ്ണി നോക്കിയതാണ്, പിന്നെ വൈകിട്ട് നിർത്തി. അത് അതിലേറെ ചില തഫ്സീറുകളൊക്കെ ആവർത്തനം ഉണ്ടാവട്ടോ. ഇങ്ങനെയുള്ള തഫ്സീറുകളിൽ നമുക്ക് ആ ഇബാറത്ത് ഉദ്ധരണം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, ഈ ഇബ്നു കസീറിൻ്റെ കിതാബുകളും ഖുർത്തുബി ഇമാമിൻ്റെ കിതാബുകളും മറ്റ് നിരവധി പണ്ഡിതന്മാരുടെ കിതാബുകളൊക്കെ സുന്നി പണ്ഡിതന്മാർ വിശദമായിട്ട് പരിശോധിച്ചു. ഇന്ന് ഒരുപാട് ടെക്നോളജി ഉണ്ടായതുകൊണ്ട് അതൊക്കെ പെട്ടെന്ന് പരിശോധിക്കാനുള്ള സാങ്കേതിക വിദ്യകളുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് ഇവർ വിശദമായിട്ട് പരിശോധിച്ചിട്ടും ഒരു കിതാബിലും ഫൈസൽ മൗലവി പറഞ്ഞ ഇബാറത്ത് കാണാൻ കഴിഞ്ഞില്ല. ആകെയുള്ളത് ഇമാമിങ്ങൾ പാടയെ തള്ളിയ ഇമാമ് രേഖപ്പെടുത്തി വെച്ചു എന്നുള്ളതാണ്. ആ ഇമാമിനെ വിശ്വസിക്കേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് ഫൈസൽ മൗലവി പറഞ്ഞതാണ്. അപ്പൊ എങ്ങനെയാണ് ഇവരെ വിശ്വസിക്കുക? എത്ര പച്ചക്കള്ളമാണ് വേദികൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്ര വലിയ പച്ചക്കള്ളമാണ് ഇമാമികളുടെ പേരിൽ ഇവർ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര 10,000-കണക്കിന് ആളുകളെയാണ് ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരം ഒരു രേഖയുമില്ലാത്ത, ഒരു തെളിയുമില്ലാത്ത, ഒരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ വെറും തൊള്ളപടായി മാത്രം പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഫൈസൽ മൗലവി പറഞ്ഞത് നിങ്ങൾ തെളിവാക്കണ്ട, ഇമാമികൾ പറഞ്ഞാൽ തെളിവാക്കിയാൽ മതി എന്നുള്ള വിടുവായത്തം പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ. ജനങ്ങളെ ഇമ്മാതിരി പറ്റിക്കുന്ന ഇത്തരം കപട വിശ്വാസികളെ, മൗലവിമാരെ പിന്നാലെ നടക്കുന്ന ആളുകളെ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു മുസ്ലിം എന്ന് പറഞ്ഞ് നടക്കുന്നത്? യഥാർത്ഥ മുസ്ലിം ആവണമെങ്കിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലെ അടിയുറച്ച് വിശ്വസിക്കുക തന്നെ വേണം. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലെ പണ്ഡിതന്മാരോട് നിങ്ങൾ ഏത് ചോദ്യം ചോദിച്ചാലും കൃത്യമായിട്ട് മറുപടി കിട്ടും. അതൊക്കെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടാണ് ഞങ്ങൾ ആ പണ്ഡിതന്മാരുടെ പിന്നിലാണ് നിരക്കുന്നത്. അവർ ഏത് കിതാബിലുണ്ടെന്ന്, ഏത് ഇമാമാണ് പറഞ്ഞത്, അതിൻ്റെ ആധികാരികതയൊക്കെ ബോധ്യപ്പെട്ടിട്ടാണ് ഞങ്ങൾ ആ പണ്ഡിതന്മാരെ പിന്നിൽ അണിനിരക്കുന്നത്. അല്ലാതെ അന്ധമായിട്ട് വിശ്വസിക്കൊന്നുമല്ല ഇവർ പറയുന്നത് പോലെ. പക്ഷേ മുജാഹിദ് പ്രവർത്തകർ ഈ മൗലവിമാരെ അന്ധമായിട്ട് വിശ്വസിക്കുകയാണെന്നുള്ളത് ഈ ഒരൊറ്റ മുഖാമുഖത്തിലൂടെ നമുക്കെല്ലാവർക്കും വ്യക്തമായി. അല്പമെങ്കിലും ചിന്തിക്കുന്ന, ആഖിറം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന മുജാഹിദ് പ്രവർത്തകരുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ പഠിക്കണം. ഫൈസൽ മൗലവിയുടെ അടക്കമുള്ള മുജാഹിദ് പണ്ഡിതന്മാരുടെ കളവുകളും തട്ടിപ്പുകളും നിങ്ങൾ പഠിക്കണം. എന്നിട്ട് സത്യം മനസ്സിലാക്കണം. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലേക്ക് തിരിച്ചു വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ സൗബാന്തങ്ങളെ ഞാൻ വിളിച്ചിരുന്നു. കാരണം 2 ദിവസം കൊണ്ട്, നാളെയോ മറ്റന്നാളോ വാട്സപ്പിൽ അയച്ചു തരാമെന്നല്ല പറഞ്ഞത്. രേഖകൾ അയച്ച് കൊടുത്തിട്ടുണ്ടോയെന്ന് അറിയണ്ടേ? ഞാൻ വിളിച്ചിരുന്നു. ആ ക്ലിപ്പ് കൂടെ കേട്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. സൗബാന്തങ്ങളല്ലേ? അതെ, സൗബാന്തങ്ങളാണ്. അസ്സലാമു അലൈക്കും. എന്റെ പേര് ഷാഹുലാണ്. ഞാനൊരു യൂട്യൂബറാണ്. കഴിഞ്ഞ ആഴ്ച ടൗൺ ഹാളിൽ വെച്ച് നടന്ന മുഖാമുഖത്തിലെ മാലിക് ഇമാമിന്റെ ആ ഇബാറത്തും കിതാബ് ഏതാണെന്നും അതുപോലെ തന്നെ ഇബ്നു കസീറിന്റെ കിതാബും
ഖുർത്തുബി ഇമാമിന്റെ കിതാബൊക്കെ ഏതാണെന്ന് ചോദിച്ചപ്പോ ഫൈസൽ മൗലവി വാട്സപ്പിൽ അയച്ചതാന്നല്ലേ പറഞ്ഞത്. ആ വാട്സപ്പിൽ അയച്ചു തന്നെ. അപ്പൊ ആ കിതാബ് ഏതാന്നുള്ള അയച്ചു തന്നിട്ടുണ്ടോ? ഇല്ല ഞാൻ ചോദിച്ചത് മനീബത്തൽ ഇസ്ലാമി വിധേയത്തൻ ഹസന എന്ന് പറയുന്ന ഇബാദത്ത് ഞാൻ ചോദിച്ചത്. അതെ. അപ്പൊ അത് ചോദിച്ചപ്പോ ഏത് കിതാബിലാണ് ഞാൻ ചോദിച്ചപ്പോ അതിനുള്ള മറുപടി എന്നോട് വാട്സപ്പിൽ തരാന്നാ പറഞ്ഞത്. അതെ ഞാൻ കണ്ടു അത് വീഡിയോ. അപ്പൊ പിന്നെ 2 ദിവസം കൊണ്ട് വാട്സപ്പിൽ അയച്ചതാന്ന് പറഞ്ഞിട്ട് ഇതുവരെ അയച്ചു തന്നിട്ടില്ല അല്ലേ? ഒരാഴ്ച കഴിഞ്ഞിട്ട് അവര് എനിക്ക് ലിങ്ക് അയച്ചു തന്നു വാട്സപ്പിലേക്ക്, യൂട്യൂബിന്റെ ലിങ്ക്. യൂട്യൂബിന്റെ ലിങ്ക്. അല്ല കിതാബ് ഏതാന്നും ഏത് ഭാഗത്താന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല യൂട്യൂബിന്റെ ലിങ്ക് അയച്ചു തന്നിട്ട് നിങ്ങളെ ചോദിച്ച ചോദ്യത്തിന് മറുപടി അതിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ലിങ്ക് അയച്ചു തന്നു. വീഡിയോയില് മറുപടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ അല്ലെ? അത് നിങ്ങളെ വിഷയവുമായി ബന്ധപ്പെട്ട കറക്റ്റ് തെളിവാണോ? അല്ല ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി ഞാൻ ചോദിച്ചത് മറ്റേ ഏത് കിതാബിലാണ് അതെ അത് ചോദിച്ചു. ഇബ്നു കസീറിലുണ്ട്, ഖുർത്തുബിയിലുണ്ട് എന്ന് പറഞ്ഞപ്പോ അതൊന്നും അതിൽ കാണിക്കുന്നില്ല അവര്. പക്ഷെ ഇനി വാട്സപ്പിൽ അയച്ചിരുന്ന അവർക്ക് അറിയാത്തോണ്ട് പിന്നീട് നോക്കിയിട്ട് അയച്ചു തന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് അതും അയച്ചു തന്നിട്ടില്ല അല്ലെ? അതുപോലെ ഷെയ്ഖ് ജിലാനി തങ്ങൾ പറഞ്ഞത് അതൊന്നും അവർ അയച്ചു തന്നിട്ടില്ല. ഷെയ്ഖ് ജിലാനി തങ്ങൾ പറയുന്നത് അതും അവര് കിതാബിൽ അയച്ചു തന്നിട്ടില്ലല്ലോ? ഇല്ല. അപ്പൊ സത്യം പറഞ്ഞാൽ അവര് വെറുതെ പറയുന്നതാണ് അല്ലേ ഇത് കിതാബിൽ ഉണ്ട് എന്നുള്ളത്? അത് ശരിക്കും ഇല്ല, കിതാബിലില്ല. അത് ഇവര് കളവ് പറയുന്നത് ശരിക്കും. ശരിക്കും കളവ് പറയുന്നതാണ്, കിതാബിലില്ല. എല്ലാ വേദിയിലും വെച്ചിട്ട് ഈ ഒരു ഇബാറത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവര്. അതെ. ഓക്കെ. അപ്പൊ അതൊന്നും അറിയാൻ വേണ്ടിട്ടായിരുന്നു. അപ്പൊ ഞാന് പിന്നെ എന്റെ വീഡിയോയിൽ നിങ്ങളെ വോയിസ് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഓക്കെ എന്നാൽ അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ്. അപ്പൊ കേട്ടല്ലോ, ഇതാണ് ഈ മൗലവിമാരുടെ അവസ്ഥ. ദീനിന്റെ പേരിൽ വെറുതെ തട്ടിപ്പും വെട്ടിപ്പും നടത്തി ഇമാമികളുടെ പേരിൽ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ച് അവരൊന്നും പറയാത്ത കാര്യങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ പണ്ഡിതന്മാരുടെ പിന്നിൽ ഒരു നിലക്കും നമ്മൾ അണിനിരക്കരുത്. ഇബ്ലീസിന്റെ ഷെറുണ്ടായത് കൊണ്ട് ഇവർ പറയുന്നത് ശരിയാണെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും. പക്ഷെ അത് ഇബ്ലീസിന്റെ പണിയാണെന്ന് മനസ്സിലാക്കാനും തിരിച്ചറിയാനും നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.